നാശം ഇതിന് എന്ന് സ്റ്റാർട്ടായിട്ട് എന്ന് ഞാൻ പോകാനാണ്. ഈ വണ്ടി ചളാക്കി ഇതിനെടുത്ത് കളയണം. അടങ്ങിയിരിക്കടാ. പൊളിച്ചല്ല ബ്രോ, ഇത് എപ്പോൾ എടുത്തത്? ഞാൻ കരുതി ഇതിന്റെ പിശുക്കുന്ന പൈസ നീ ജമ്മത്ത് വണ്ടി എടുക്കില്ല എന്നാട്ടാ. ഇന്നലെ എത്തിയടാ, കാശ് അമ്മ വന്നു. നമുക്കൊന്ന് കറങ്ങിട്ടൊക്കെ വരാം. സീറ്റ് ഒരു വിറ്റ കിട്ടിയ പടത്തിന് സീറ്റ് അയച്ചു പറ്റും, അല്ല ഇവന് ലുക്കില്ലടാ. ശരിയടാ, സീറ്റ് വെച്ചാൽ ബോറാ. ഇപ്പം നൈസായിട്ടുണ്ട്. അപ്പൊ അച്ഛനെ ഞാൻ പോണേ. ആയിക്കോട്ടെ, ഓക്കെ ശരി. ചേട്ടാ ഞാനുണ്ടേ, അന്തർഖാന്റെ കടയിൽ ഇറക്കിയാൽ മതി. എടാ വിനു, എടാ നീ അന്തർഖാന്റെ കടയിലേക്കാ പോണേ? എന്നാ കുറച്ച് സാധനങ്ങളും കൂടി കൊടുത്തേക്കാവോ? പെട്ടെന്ന് കൊണ്ടുപോയിച്ച് മാറി സമയമില്ല, വേഗം ഇപ്പൊ കഴിഞ്ഞു. ഇത് പിടിച്ചേ, പിടിച്ചു പിടിച്ചു. ഇതൂടെ മുട്ടയാണേ. അതാ ടിവിയുടെ പുറത്തിരിപ്പില്ലേ, നീ നോക്കിയേ. അവിടെയൊക്കെ നോക്കിയാണ് ഞാൻ. ആ കിട്ടി. അമ്മേ, ഈ കുപ്പിയിൽ നിന്ന് പൈസ എടുത്തേ. അയ്യോടാ, അതെടുക്കല്ലേ, അത് അനുവിന് ഫീസ് അടയ്ക്കാനുള്ളതാ. പിന്നെ ഒരു ഫീസ്, അതൊക്കെ പിന്നെ അടയ്ക്കാം. ഈ ചെക്കനെ കൊണ്ട് തോറ്റു. മോനെ ഡാ, കഴിച്ചിട്ട് പോടാ. അമ്മേ, ഇതേ ഞാൻ പോവാണേ. നേരം വെളുക്കുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിക്കോളൂ, ഊര് തണ്ടി. ആ പോവാം. നീ ബൈക്ക് എടുത്ത് അന്ന് തുടങ്ങിയ പ്രശ്നമല്ലേ ഇത്? എന്തിനാ മോനെ ഞങ്ങളെ വിഷമിപ്പിക്കുന്നേ? മോനെ, നീ എന്തിനാടാ എപ്പോഴും അച്ഛനോട് വഴക്ക് കൂടുന്നേ? അച്ഛൻ പറയുന്ന എല്ലാം അനുസരിക്കണം. അച്ഛൻ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നേ? ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക കഴിക്കണം കേട്ടോ. 104 പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തോളാൻ പറഞ്ഞു. അല്ലേലും ഇനിയിപ്പോൾ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ കിടന്ന് കാശ് കളഞ്ഞ് ചാവുന്നതിലും ഭേദമല്ലേ വീട്ടിൽ ചെന്ന് മനസ്സമാധാനത്തോടെ കിടന്ന് മരിക്കുന്നേ.
നിങ്ങൾക്ക് വെള്ളടി നിർത്താൻ പറ്റും. എന്ത് ചെയ്യാനാ ചേട്ടാ? അച്ഛാ, കുറച്ച് ദിവസമായി ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. അതുമല്ല കുറച്ച് തുണി അലക്കാനുണ്ട്. ആ നീ വാ. ഈ അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കണേ? ആ എനിക്കറിയില്ല. അതെ, ഫോൺ ചെയ്തപ്പോൾ നീ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല, പനി കൂടിയാണ് അഡ്മിറ്റ് ചെയ്തെന്നല്ലേ? അതേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. വണ്ടി ഓടിക്കുന്ന ആളല്ലേ. ആ നീ പുറത്തോട്ട് വാ, ഞാൻ ഓട്ടോ പിടിച്ചുതരാം. ബാക്കിൽ സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും കൂടി ഇരിക്കായിരുന്നു. വേറെ വണ്ടിയും വിളിക്കണ്ടായിരുന്നു. അതെ, നിനക്ക് ഈ ക്ലാസിക് ബുള്ളറ്റിന്റെ സ്റ്റൈലൊന്നും അറിയാഞ്ഞിട്ടാ. സീറ്റ് വെച്ച് നടക്കാനാണെങ്കിൽ വേറെ എത്ര വണ്ടി ഉണ്ട് ഈ നാട്ടില്? ഓ പിന്നെ. ചേട്ടാ ഒരു മിനിറ്റേ, നീ പോയി കയറി. ആ ഞാൻ പോവാണേ. ചേട്ടാ വണ്ടിയുടെ പുറകെ പോയാൽ മതിയേ. ഏട്ടാ, ആ താക്കോൽ അവിടെ ഇല്ല. ആരും ഇല്ലാത്തതല്ലേ. അച്ഛൻ പറഞ്ഞു താക്കോൽ എൻ്റെ കൈ വെക്കാൻ. ആ നീ പോയി തുറക്ക്. ആ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നാളെ മുതൽ സമരം തുടങ്ങുകയാണ്. അത്യാഹിത വിഭാഗമൊഴികെ IP, OP വിഭാഗത്തിലെ മുഴുവൻ ജീവനക്കാരും പണിമുടക്കും. ശമ്പളം കൂട്ടിയില്ലെങ്കിൽ സമരം സംസ്ഥാന വ്യാപകമാക്കാനാണ് നഴ്സുമാരുടെ സംഘടനയായ UNA-യുടെ തീരുമാനം. സംസ്ഥാനം മുഴുവൻ പനിച്ചു കുറയ്ക്കുമ്പോഴാണ് നഴ്സുമാർ അനിശ്ചിതകാല സമരത്തിന് തയ്യാറെടുക്കുന്നത്. സമരത്തിന്റെ ആദ്യഘട്ടമായി തൃശൂർ ജില്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 44 ആ നീ ഫ്രീ ആണെങ്കിൽ ഇവിടം വരെ ഒന്ന് വരാവോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സ്വകാര്യ ആശുപത്രിയിലാണ് പണിമുടക്കുക. നഴ്സുമാരുടെ വേതനം സർക്കാർ ആശുപത്രിയിലേതിന് തുല്യമാകണമെന്ന സുപ്രീം കോടതി വിധിയും സർക്കാർ നിയോഗിച്ച കമ്മീഷണറുടെ നിർദ്ദേശവും സ്വകാര്യ ആശുപത്രി നീ അച്ഛനെ കണ്ടോ? ഞാൻ കണ്ടില്ല, റൂമിലുണ്ടാവും. ആ ഏട്ടാ, അമ്മയെ നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു ഇഞ്ചക്ഷൻ കൂടെ ബാക്കിയുണ്ട്. അച്ഛാ, അനു പറഞ്ഞു അമ്മയെ നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന്. അപ്പോൾ ഡോക്ടർമാർക്കും തോന്നിക്കാണും ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്ന്. മോനെ, നിനക്ക് അച്ഛനോട് ദേഷ്യമുണ്ട്? എന്താ? നീ ബൈക്ക് എടുത്തതിന് നിന്നെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നിനക്കറിയോ, ഈ ബൈക്ക് എന്ന് പറയുന്ന സാധനം പണ്ട് മുതൽ എനിക്ക് പേടിയാണ്. കല്യാണം കഴിഞ്ഞ് നിൻ്റെ അമ്മ എന്നെ ഒരുപാട് നിർബന്ധിച്ചതാ ഒരു ബൈക്ക് എടുക്കാൻ. +2 കഴിഞ്ഞ് ബൈക്ക് വേണമെന്നും പറഞ്ഞ് നീ ബഹളം വെച്ചപ്പോൾ പൈസയില്ലെന്നും പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞത് പേടി കൊണ്ടാണ്. പക്ഷെ നിൻ്റെ അമ്മ, അവൾ ചിട്ടി പിടിച്ചതും കൂട്ടിവെച്ചതും ഒക്കെ ചേർത്ത് നിനക്ക് കാശ് തന്നു. നിനക്ക് ഓർമ്മയുണ്ടോ നീ ആദ്യമായി ബൈക്ക് എടുത്ത് വീട്ടിൽ വന്ന ദിവസം? അന്ന് നിന്നെയും കാത്ത് നിൻ്റെ അമ്മ വീട്ടുപിടിക്കൽ നിൽപ്പുണ്ടായിരുന്നു. സീറ്റ് ഊരി വെച്ച ബൈക്കുമായി നീ വീട്ടിൽ വന്നപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ആ ദേഷ്യമാണ് ഇത്രയും കാലം ഞാൻ നിന്നോട് കാണിച്ചത്. ഇത്രയും കാലം അവൾ നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഇപ്പൊ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഒരു മൊഴി മിണ്ടാതെ നോവുകളെന്നെ തേടുന്നു, മനസ്സുകളറിയാതെ കനവുകളെങ്ങോ മായുന്നു. ആ മുഖമെന്നെ തേടുന്നു, വേളകൾ ഞാനറിയുന്നില്ല. പ്രാണനിലാമിഴി രണ്ടും നോവുകൾ മെല്ലെ ചൊരിയുന്നു. അമ്മേ
നീ ഇവിടെ വന്നിരിക്കായിരുന്നോ? നിന്നെ എവിടെയെല്ലാം നോക്കി. എല്ലാം ശരിയാവൂടാ. നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ നിസ്സാരമായി കടന്നു വരുന്നു. ചിലർക്ക് ചിലപ്പോൾ ഒരായുസിൻ്റെ ആഗ്രഹമായിരിക്കും, അല്ലടാ? മാർഗേ, മാറ്. എന്താ? ഒന്നുമില്ല. അമ്മ എങ്ങോട്ട് കൊണ്ടുപോവാ? ഏട്ടാ, അമ്മ എങ്ങോട്ട് കൊണ്ടുപോവാ? കുറേ ദിവസമായില്ലേ അമ്മ ഇങ്ങനെ അടച്ചുവിട്ട് മുറി കിടക്കാൻ തുടങ്ങിയിട്ട്? നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം.